ഓസ്കർ നോട്ട് ഷുവർ, പക്ഷേ നാഷണൽ അവാർഡ് മേ ബി. ഇല്ല ഇല്ല, കുറച്ച് വിഷമായി. തീർച്ചയായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. ആ നജീബ് അനുഭവിച്ച അത്രയും വ്യഥ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ബ്ലസ്സി എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ദുഃഖം എന്തായാലും സിനിമയുടെ കഥ നമുക്കറിയാവുന്ന സാഹചര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മാറി തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു നിമിഷം, അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ചിത്രം വളരെ മികച്ചതായിട്ടാണ് ബ്ലസ്സി ഒരുക്കിയിട്ടുള്ളത്. നോവലിൽ നമ്മൾ കാണുന്നതെല്ലാം തന്നെ ചിത്രത്തിൽ കാണണമെന്ന് നിർബന്ധം പിടിക്കേണ്ടത്. നോവലെല്ലാം വായിച്ചിട്ടുള്ളതാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കുറേ കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ആ ഒരു സീൻ, അതായത് അതുവരെ ഉണ്ടായിരുന്ന പൃഥ്വിരാജിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു മാറ്റം, ആ ഷർട്ട് കൂടുതൽ സ്പോയിലറായി പോവും, എന്നാലും അങ്ങനെ ഒരു മാറ്റം നമ്മൾ കാണുമ്പോൾ തീർച്ചയായും സ്ക്രീനിൽ നമ്മളത് കാണുമ്പോൾ ഞെട്ടുക തന്നെ ചെയ്യും. മെലിയും എന്ന് പറഞ്ഞിരുന്നത് ഇല്ല, ഇനി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഹോളിവുഡ് സിനിമയിൽ പലരെയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് അത്രയും തന്നെ, അതിലും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ലെവലിൽ പൃഥ്വിരാജ് തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നതെന്ന് പറയാം. അതെ, പൃഥ്വിരാജ് അന്ന് പറഞ്ഞ കാര്യം നമുക്ക് വീണ്ടും ഓർമ്മിക്കാം. ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കും എന്നൊരവസ്ഥ, അത് തീർച്ചയായും അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ അദ്ദേഹം പൂർണ്ണമായും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നോവൽ വായിച്ചു. നോവലിൽ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ലതായിരുന്നു ശരിക്കും. നമ്മളവിടെ ആ ഒരു മരുഭൂമിയിൽ നമ്മളും പെട്ട പോലത്തെ ഒരു സിറ്റുവേഷൻ, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം നല്ലതായിരുന്നു, എല്ലാം നല്ല മൂവിയായിരുന്നു. വളരെ സക്സസ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. അദ്ദേഹത്തിന് ഭാവനയും കൂടെ ചേർത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതെ, ഒരു ഭരത് അവാർഡ് ഉറപ്പാണ്. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. കൊള്ളാം. കുറേയൊന്നും അതിൽ ഉള്ളത് വന്നിട്ടില്ല. നല്ല ഫീലിങ്സ്. വെരി നൈസ് മൂവി. ആള് എഫോർട്ട് എടുത്തതിൻ്റെ എല്ലാം കാണാനുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ അത് ഞെട്ടലൊന്നുമില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം റിവീൽഡ് ആയിരുന്നല്ലോ നേരത്തെ. അതെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഉണ്ട്. വെയിറ്റ് ലോസ് ശരിക്കും ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഷോക്കിംഗ്. ബട്ട് പക്ഷേ അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് ഭയങ്കര ഷോക്കിംഗ് എന്ന് പറയണ്ട. നല്ല പടമാണ്. ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമാണ്. മൂവി നല്ല ഓൾമോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നല്ല മൂവിയാണ്. അതെ, അത് പൃഥ്വിരാജിൻ്റെ എഫേർട്സ് നല്ല കമൻഡബിൾ ആണ്. ലൈക്ക് പുള്ളിക്കാരൻ നല്ല എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു.